തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കൊല്ലം സ്വദേശിയായ കുട്ടിയെ ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ശേഷവും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. 90% വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. പറയാനുള്ളത് അത്ര നല്ല വാർത്തയല്ല. എന്താണ് ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം? പ്രവിധ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലുള്ള SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 8-ന് ഉച്ചയ്ക്കാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഈ തെരുവുനായ ആക്രമിച്ചത്. താറാവിനെ ഓടിച്ചുകൊണ്ടുവന്ന കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം ആന്റി റാബിക്സ് വാക്സിൻ എടുത്തതെങ്കിലും പക്ഷെ അത് ഫലപ്രദമായില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 8-നായിരുന്നു ഈ കുട്ടിക്ക് തെരുവുനായയുടെ കടി ഏറ്റത്. 3 ഡോസ് വാക്സിൻ എടുത്തു. അതിനുശേഷം 4ാം ഡോസ് എടുക്കുന്നതിന് മുൻപാണ് ഈ കുട്ടിക്ക് ഒരു പനി ഉണ്ടായത്. മെയ് 6-നായിരുന്നു 4ാം ഡോസ് എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഏപ്രിൽ 28-ന് കുട്ടിക്ക് പനി തുടങ്ങിയ ചികിത്സ തേടുകയായിരുന്നു. ഇതേ തുടർന്നാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഈ മലപ്പുറത്തും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പേവിഷബാധ വന്നതിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവ് വളരെ സാധ്യത കുറവാണ്. എന്തായാലും ഡോക്ടർമാർ അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് 7 വയസ്സുകാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ.